എനിക്കെന്റെ ബുദ്ധിമുട്ട് അയാളെ ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ ഇറങ്ങാനിരിക്കുന്ന കുറെ സിനിമകളുണ്ട്, അതിനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. ഇതിനു മുന്നേയും ഇതുപോലെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരാളുടെ ഇന്റർവ്യൂവിൽ അയാൾ അസഭ്യം പറഞ്ഞിട്ട് ആ സിനിമയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ, ഒരു സെയിൽ പോലും നടക്കാതെ, ഒരു OTT പോലും എടുക്കാതെ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. അല്ലാതെ അയാളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഞാൻ ഈ നിലപാട് എടുക്കുന്നത്. ഒന്നാമത്തത്. പിന്നെ ശരിയാണ്, എന്റെ ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന എന്റെ കുറച്ച് ഐഡിയോളജീസ് ഉണ്ടാവുമല്ലോ, അതിൽ അയാൾക്കൊരു മാറ്റമുണ്ടെങ്കിൽ, അയാള് നന്നാവാൻ തീരുമാനിച്ചാൽ അയാളെ വീണ്ടും പരിഗണിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതാണ് എന്റെ വേറൊരു വശം. പക്ഷേ ഇപ്പൊ പുറത്തു പറയാൻ തയ്യാറാവാത്ത ഞാനായിട്ടോ, എന്റെ പരാതിയിലും ഞാൻ വ്യക്തമാണ്, ഞാൻ അയാളുടെ പേരോ സിനിമയുടെ പേരോ പുറത്തു പറയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നടപടി വ്യക്തമായിട്ടും വേണം, വ്യക്തവും ശക്തമായിട്ടുള്ള നടപടി വേണം. കാരണം സിനിമാ സെറ്റിൽ ഇങ്ങനത്തെ ഉപയോഗിച്ചു വന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. അത് വളരെ വ്യക്തമായി ഉറച്ച നിലപാടിൽ ഞാൻ പറയുന്നു. അവരുടെ പേഴ്സണൽ ലൈഫ് ചകയാണെന്ന് എനിക്ക് വയ്യ. പക്ഷെ സിനിമാ സെറ്റിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇത് ശരിയല്ല. അത് എനിക്ക് മാത്രമല്ല, എന്റെ സഹപ്രവർത്തകയ്ക്കും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ കുട്ടി ലാസ്റ്റ് ഡേ ഭയങ്കര വിഷമിച്ചിട്ടാണ് പോയത്. ഞാൻ അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് നിന്നിട്ടുള്ളത്. എങ്കിലും ചിലവർക്ക് റിയാക്ട് ചെയ്യാൻ, പുതുമുഖമായി വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത്രയും ഒരു വലിയൊരു നടന്റെ മുന്നിൽ, അല്ലെങ്കിൽ ഇത്രയും ഹോൾഡുള്ള നടന്റെ മുന്നിൽ നിങ്ങൾ മോശമാണ് ചെയ്തത് എന്ന് പറയാനുള്ളൊരു വോയിസ് ഉണ്ടാവാനുള്ള ധൈര്യം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്കറിയില്ല, പക്ഷെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് ഉണ്ട്. എന്റെ അഭിപ്രായത്തില് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവസാനിച്ചു, പക്ഷെ ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ജേർണി അവസാനിക്കുന്നത് ആ സിനിമയും കഴിഞ്ഞ് ആ സിനിമ പ്രോപ്പറായിട്ട് ബിസിനസ് നടക്കുമ്പോഴാണല്ലോ. അതുവരെ സിനിമ ഇൻ പോസ്റ്റ് പ്രൊഡക്ഷനിലാണത്.